അണിചേർന്നിടാം അണിചേർന്നിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകരൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകരൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അണിചേർന്നിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഈ ദിവസങ്ങളിലൂടെ വിശുദ്ധ വചന വായനയിലൂടെ യുഗാന്ത്യത്തെപ്പറ്റി പരാമർശിക്കുകയാണ് ഈശോനാഥൻ. പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി മനുഷ്യന് കഴിയുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ പലപ്പോഴും നമുക്കാകുന്നില്ല. പ്രിയമുള്ളവരെ, നിതാന്തമായ ജാഗ്രതയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു പ്രഘോഷണമാണ് ഈശോ നടത്തുന്നത്. നാം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറെടുക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. നമ്മുടെയും ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായി കാണുവാനും ആ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനും സാധിക്കട്ടെ. പരിശുദ്ധമായിട്ടുള്ള ഈ വിശുദ്ധ ബലി ഏറ്റവും ഭക്തിയോടെ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ നിയോഗങ്ങളെല്ലാം ഈ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും ഇവിടെ അപേക്ഷ സമർപ്പിച്ചവരെയും നമുക്ക് ഓർക്കാം. കൊറോണ വൈറസിൻ്റെ ഭീതി മൂലം ക്ലേശിക്കുന്ന എല്ലാ രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയും സൗഖ്യവും സമാധാനവും അനുഭവിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമായിട്ടുള്ള ഈ ബലിക്കായി നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതന്റെ പെസഹാ രഹസ്യം വഴി മനുഷ്യപരിത്രാണ കർമ്മം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. കൂദാശയുടെ അടയാളങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവും വിശ്വാസപൂർവം പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ അങ്ങേ രക്ഷയുടെ അഭിവൃദ്ധി നിരന്തരം അനുഭവിക്കുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ടു. അവയിലിരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവനെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോട് കൂടി വാഴുകയും ചെയ്തു. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും താങ്കളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2ാമത്തെ മരണം. അഗ്നിതടാകം ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളർന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്ന ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ.
എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. എല്ലാവരും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ശിരസ്സ് ഉയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. അപ്പവും വീഞ്ഞുമി അൽത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമി അൽത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ആഘോഷിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ കാരുണ്യത്തിൻ്റെ കൂദാശ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ അടയാളവും ഉപവയുടെ ഉടമ്പടിയുമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
നിത്യസത്യ പുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത ദക്ഷിണ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദികരോടും സന്യസ്ത ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയവരെ നമുക്ക് ഓർക്കാം. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിലും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കർമ്മല സഭയിലെ വിശുദ്ധരായ ആബിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചു ത്രേസ്യായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാണ് ഉദ്ബോധിതരായും ദിവ്യോപദേശ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഉചിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ.
എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കുതിച്ചിടുന്നു നാദാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കുതിച്ചിടുന്നു നാദാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കനലോടു ചേരുമ്പോൾ, കനലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാം. കനലോടു ചേരുമ്പോൾ, കനലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നിലെ പങ്കാളിത്തം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ വഴി ഞങ്ങൾ സാഹോദര്യത്തിൽ ഒന്നായി ചേർക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. യേശുവിനാത്മാവേ പരന്നിറങ്ങണമേ, ദേവാലയത്തിലും എൻ ഭവനത്തിലും എൻ ഹൃദയത്തിലും വന്നു വാഴണമേ. ദിവ്യകാരുണ്യമേ, ദേവസ്നേഹമേ, കനിവിൻ കുദാശയേ, സ്നേഹസായുജ്യമേ, ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന. യേശുവിനാത്മാവേ ശുദ്ധീകരിക്കണമേ, എന്നാത്മാവിലെ പാപക്കറകളെല്ലാം കഴുകിക്കളയണമേ, നേർവഴി കാട്ടണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ,
കനിവിൻ കൂദാശയേ സ്നേഹസായുജ്യമേ ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന യേശുവിനാത്മാവേ സൗഖ്യമേ ഗണമേ എൻ ദേഹിയിലും എൻ ദേഹത്തിലും ജീവൻ പകരണമേ അഭിഷേകമേ ഗണമേ ദിവ്യകാരുണ്യമേ ദേവസ്നേഹമേ കനിവിൻ കൂദാശയേ സ്നേഹസായുജ്യമേ ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന യേശുവിനാത്മാവേ പരന്നിറങ്ങണമേ ദേവാലയത്തിലും എൻ ഹൃദയത്തിലും എൻ ഹൃദയത്തിലും വന്നു വാഴണമേ ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ കനിവിൻ കൂദാശയേ സ്നേഹസായുജ്യമേ ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ഈശോയിലെ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ ഈ നൊവേനയുടെ ഈ പരിശുദ്ധ നിമിഷത്തിൽ നമ്മെ മുഴുവനായും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തെയും രോഗികളായി കഴിയുന്നവരെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളെയും തൊഴിൽ മേഖലകളെയും പഠന മേഖലകളെയും എല്ലാം നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന മേഖലകളെല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിൽ നമുക്ക് സംബന്ധിക്കാം. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ മന്നയായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാലാഖമാരുടെ ഭോജനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർണ്ണനീയ ദാനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവനാൾ ജപം. ഓ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, പാപികളും അയോഗ്യരുമായ ഞങ്ങളുടെ മധ്യേ സ്നേഹപൂർവം എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്വർഗീയ ദിവ്യ സാന്നിധ്യത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യുഗാന്ത്യം വരെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥ
ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്കെന്നും അഭയവും ആശ്വാസവും അരുളുവാനായി അങ്ങ് ദിവ്യകൂദാശയിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ ജനനിയോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവസ്വഭാവവും അടങ്ങിയിരിക്കുന്ന ഈ കൂദാശയിലൂടെ അങ്ങയെ തന്നെ പൂർണ്ണമായും ഞങ്ങൾക്ക് നൽകിയെന്നുവല്ലോ. അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് അങ്ങയുടെ തിരുശരീര രക്തങ്ങളാക്കി ശിഷ്യന്മാർക്ക് നൽകിയല്ലോ. ഓരോ ദിവ്യബലിയിലും അങ്ങ് ഈ ആത്മദാനം ആവർത്തിക്കുന്നുവെന്നും ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും അങ്ങേ തൃക്കരങ്ങളിൽ നിന്ന് ഈ മഹാദാനം ഞങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നു എന്നുമുള്ള ബോധ്യം അങ്ങ് ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത കർത്താവേ, നീട്ടിയ കരങ്ങളുമായി തിരുവോസ്തിയിൽ അങ്ങു ഞങ്ങളെ സ്നേഹപൂർവം മാടി വിളിക്കുന്നുവല്ലോ. ക്ലേശങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ തളർത്തുമ്പോൾ ഉറ്റവരും ഉടയവരും ഞങ്ങളിൽ നിന്ന് അകലുമ്പോൾ ആലംബമില്ലാതെ അലയുമ്പോൾ ഒരിക്കലും പറ്റാത്ത സ്നേഹത്തിന്റെ നീരുറവയായി അങ്ങ് ദിവ്യ സക്രാരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. തകർന്ന സ്വപ്നങ്ങളും നിരാശയുടെ ഭാരവുമായി എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ നയനങ്ങൾ തുറന്ന ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളുടെ ജീവിത വീഥികളിൽ ഇരുൾ പടരുമ്പോൾ ഹൃദയം ആകുലതകളാൽ നിറയുമ്പോൾ ഞങ്ങൾക്ക് വചനത്തിന്റെ പ്രകാശം നൽകി ഹൃദയം ജ്വലിപ്പിക്കുകയും തിരുശരീര രക്തത്താൽ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കുകയും ചെയ്യണമേ. മനുഷ്യ മക്കളോടുകൂടെ ആയിരിക്കുന്നതാണ് എന്റെ സന്തോഷമെന്ന് അരുൾ ചെയ്ത കർത്താവേ, സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ ചൈതന്യവും വിശ്വാസത്തിൽ സ്ഥിരതയും സുഹൃദഭ്യാസത്തിൽ പുരോഗതിയും രോഗങ്ങളിൽ സൗഖ്യവും വേദനയിൽ ആശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഈ ആരാധനയിൽ ഞങ്ങൾ യാചിക്കുന്ന നിയോഗം അങ്ങയുടെ ഉപരിമഹത്വത്തിനും ഞങ്ങളുടെ ജീവിത നന്മയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥയായ പരിശുദ്ധ അമ്മയുടെ തിരുവുദരത്തിൽ നിന്ന് ജന്മം പ്രാപിച്ച യേശുവേ, കുരിശിൻ ചുവട്ടിൽ വെച്ച് അങ്ങയോടൊപ്പം ബലിയായി മാറിയ മറിയത്തെ പോലെ ഞങ്ങളും ബലിയാകുവാൻ വരമരുളേണമേ. ഈ അമ്മ ഞങ്ങളെ അനുദിനം അങ്ങയോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴേക്കും ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ജീവനിൽ പങ്കുചേരുവാനും അവിടുത്തെ ജീവന്റെ സമൃദ്ധി ലോകം മുഴുവനും അറിയുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സജീവ ദൈവത്തിന്റെ പുത്രനായ യേശുവേ, അങ്ങയുടെ ദിവ്യകാരുണ്യ രഹസ്യങ്ങൾ നിത്യവും യോഗ്യതയോടുകൂടി ആഘോഷിക്കുവാൻ തിരുസഭയ്ക്ക് വരമരുളണമെന്നും അങ്ങയുടെ അഭിഷിക്തരെ വിശുദ്ധിയിൽ നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവായ യേശുവേ, ഞങ്ങളുടെ രാഷ്ട്ര നേതാക്കളും ഭരണാധികാരികളും നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരായി തീരുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് സ്വയം സമർപ്പിച്ച ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളുടെ സമൂഹത്തിലെ യുവതി യുവാക്കൾ എളിമയിലും വിശുദ്ധിയിലും വിധേയത്വത്തിലും അനുദിനം വളർന്നു വരുവാൻ കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യ ഔഷധവും നിത്യജീവന്റെ ഭോജ്യവുമായ യേശുവേ, ആത്മീകവും മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ വലയുന്നവരെ അവിടുത്തെ മുറിപ്പാടിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ദിവ്യകാരുണ്യേശുവേ, തിരുക്കുടുംബാശ്രമ ദേവാലയത്തിൽ അങ്ങേ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമായി അങ്ങയുടെ തിരുസന്നിധിയിൽ അണയുന്ന ദിവ്യകാരുണ്യ ഭക്തരായ എല്ലാ മക്കളെയും ശാന്തിയും സമാധാനവും ജീവിത സമൃദ്ധിയും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവർണ്ണനീയ ദാനമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ എഴുതിയിട്ടിരിക്കുന്ന അപേക്ഷകളെയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ അനന്ത കൃപയാണ് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ കൂപ്പി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി നോക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് അവിടുന്ന് നമ്മെ നോക്കിക്കാണുകയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായി നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുവാനായി ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റുചൊല്ലുക. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങു നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്ന്
നിന്നും സ്വാധീനത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഈശ്വനാഥ, ഞങ്ങളുടെ മാനുഷികമായ ബലഹീനതയിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും അങ്ങേ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശ്വനാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ സമൂഹത്തെയും സകലവിധ തിന്മകളിൽ നിന്നും പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഈ സമൂഹം ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും കർത്താവായ ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. യേശുവേ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന, ആരാധന നാദ, ആരാധന, ആരാധന, ആരാധന നാദ, ആരാധന. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ സശ്രദ്ധ നമുക്ക് ശ്രവിക്കാം. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അതും സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ലേ? നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുകൊടുത്തു വിട്ടും വരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ മിശിഹായിൽ വാത്സല്യമുള്ളവരെ, പ്രകൃതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവും ജ്ഞാനവും നമുക്കുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കരുണയുടെ ആ ഭാവങ്ങളും ആ കൃപകളും അത് വായിച്ചെടുക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണമെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോനാഥൻ അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവനെന്ന്. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? എല്ലാവരോടും പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവര്, ഈ പരിശുദ്ധ ബലിപീഠത്തിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമുക്കായിട്ട് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഞാനിപ്പോൾ വായിച്ച ഈ വചനഭാഗത്തും നിങ്ങൾ അനുരഞ്ജനപ്പെടുക. ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരോട് അനുരഞ്ജനപ്പെടുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ ആ നിമിഷം നീ ഓർക്കുന്ന പക്ഷം നിന്നോട് ആർക്കെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെന്ന് ഓർക്കുന്ന പക്ഷം നീ എന്ത് ചെയ്യണം? ബലിവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് പോയി അവരുമായിട്ട് രമ്യതപ്പെടുക. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ കൃപകളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ഈശോ നിരത്തി വയ്ക്കുന്നത്: അനുരഞ്ജനപ്പെടുക. അനുരഞ്ജനപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരമാർത്ഥ ഹൃദയർ ദൈവത്തെ ദർശിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും, അവർ ദൈവത്തെ ദർശിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ദർശിക്കുന്ന ഒരു അനുഭവമാണ് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്ന ഈ നിമിഷം. നമ്മൾ ഈശോയെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദർശനം നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ വിശുദ്ധി കടന്നു വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, ഒറ്റ വ്യവസ്ഥ ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നു: നിങ്ങൾ അനുരഞ്ജനപ്പെടുക. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുരഞ്ജനപ്പെടാം. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു, മനുഷ്യനിൽ നിന്നും അകന്നു പോകുന്നു, പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയിൽ അനുസരണക്കേട് മൂലം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ഓടി ഒളിച്ചു, ദൈവത്തിൽ നിന്നും അകന്നുപോയി. ഇനി മനുഷ്യരിൽ നിന്നും അകന്നു പോവുകയാണ്. ദൈവം ചോദിക്കുന്നു, നീ എന്തിനു ഈ തെറ്റു ചെയ്തു? ആദം പറഞ്ഞു, നീ നൽകിയ സ്ത്രീയാണ് ഇതിന് കാരണക്കാരിയെന്ന്. അവർ പരസ്പരം തെറ്റുന്നു. അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി, പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അനുരഞ്ജനത്തിലൂടെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാം. യേശുവുമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോൾ നാം സഹോദരരുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് പ്രകൃതിയുമായിട്ട് അനുരഞ്ജനപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം അനുവദിക്കുന്നത്. ആകയാൽ നമുക്കെല്ലാവർക്കും മുട്ടുകൾ മടക്കാം. മുട്ടുകുത്താൻ കഴിയാത്തവർ അവിടെ ഇരുന്നാൽ മതി. മുട്ടുകുത്താൻ പ്രയാസമുള്ളവർ ബെഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങളുടെ ഇരു കരങ്ങൾ കൂപ്പി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നാം ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും അവിടുത്തെ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ വലിയ കൃപകൾ കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് നീ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഭക്തിയോടുകൂടി ഏറ്റുചൊല്ലുക. കർത്താവേ കനിയണമേ, കർത്താവേ യേശുവേ കനിയണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, പശ്ചാത്താപം തരണമേ, പാപബോധം തരണമേ. ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, ബന്ധനങ്ങൾ നീക്കണമേ, കെട്ടുകൾ അഴിക്കണമേ, പൈശാചിക സ്വാധീനത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ ഇരു കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പാപബോധവും പശ്ചാത്താപവും നൽകി ഞങ്ങളെല്ലാവരെയും വിശുദ്ധിയിലേക്കും ഹൃദയശുദ്ധിയിലേക്കും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേൽ പാപം ഞാനേറ്റു ചൊല്ലിടാം. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുരഞ്ജനത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒരിക്കൽ കൂടി ഈ ബലിപീഠത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ഓർക്കാം. അതുപോലെ തന്നെ രോഗികളായി കഴിയുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വർഷിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹവും കരുണയും കൃപയും എല്ലാം വർഷിച്ചുകൊണ്ട് അവിടുത്തെ പ്രിയ മക്കളായി ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് നമുക്ക് യാചിക്കാം. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ കൃപകൾ യാചിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഭക്ത്യാവണങ്ങുക സ്രാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവേഗം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്ക് അപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തിരുവോസ്തിയായെന്നുള്ളിൽ സ്നേഹത്തിൻ വധുവായി, വരദാനമായിൻ ഹൃത്തിൽ ജീവന്റെ നനവായി, ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം.